ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തന്നെ നമുക്ക് നല്ല പച്ച ചീര കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ചീരക്കറി ഉണ്ടാക്കാം. ചീരക്കറി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ. ചീരക്കറി വെക്കാനായിട്ട് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഒരു സ്വല്പം വലുതായിട്ട് അരിയണം കേട്ടോ. കറി വെക്കാനായിട്ട് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ തോരൻ വെക്കുന്ന പരുവത്തിനല്ല, ഒരു സ്വല്പം വലുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാനുള്ളതാ. ചീരയുടെ കൂടെ വേവിക്കാനായിട്ട് പയറിൻ്റെ പരിപ്പായിട്ട് എടുത്തേക്കുന്നത്, ചെറുപയറിൻ്റെ പരിപ്പ്. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പയറുപരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ചീരക്കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തിരുമ്മി വെച്ചിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കറക്കിയെടുക്കാവേ. ചീര ഇട്ടിട്ട് 2 വിസിലടിച്ച് അതിൻ്റെ ആവി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഇത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കേണ്ടതാണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അങ്ങനെ ചപ്പാത്തിയും ചീരക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അടിപൊളിയാണ്, സൂപ്പറാകട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണേ.
ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഓൾ എന്നുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.